ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വീൽസ്. കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസമായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലാണ്. ഇന്ന് മൊത്തം കോയമ്പത്തൂരുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ്റെ ഒരു അമ്പലമാണ്. ഇന്നലെ ഇഷാ യോഗ സെന്ററിൽ പോയി വന്നിട്ട്, അതായത് നമ്മുടെ ആദിയോഗി ശിവ സ്റ്റാച്യു ഒക്കെ കണ്ടു വന്നിട്ട് നൈറ്റ് ഇവിടെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയർ റൂം എടുത്തിട്ട് അവിടെ താമസിച്ചു. ഡോർമെട്രിക്ക് 12 മണിക്കൂറിന് 155 രൂപയാണ് ആയത്. ഒരു സിംഗിൾ ബെഡും ഒരുവിധം നീറ്റായിട്ടുള്ള ഒരു കുഞ്ഞു റൂമും പിന്നെ കോമൺ ടോയ്ലറ്റും ബാത്റൂമൊക്കെ അടങ്ങിയതായിരുന്നു നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. അതുകൂടാതെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം, ചെറിയൊരു ഫാൻ, പിന്നെ മുഖം നോക്കാനുള്ള ഒരു കണ്ണാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ആയിരുന്നു. വെള്ളത്തിനൊന്നും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഉറക്കവും കിട്ടി. ഈ ഒരു 155 രൂപക്ക് ചെറിയൊരു ഇതുപോലത്തെ ഒരു സ്റ്റേ ഒക്കെ കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഈ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് ഭയങ്കര ഉപകാരപ്രദമാണ്. അങ്ങനെ രാത്രി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഇങ്ങോട്ട് ബസ്സുകൾക്ക് കൂടുതലും നമ്പർ സിസ്റ്റമാണ് ഉള്ളത്. അതായത് ഈ 14D, 15, 18, 20, 20A, 25D അങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്പർ സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ ഈ ബസ്സിൻ്റെ ഈ സ്ഥലങ്ങളുടെ പേരും ഈ ബസ്സിനുണ്ടാവും. പക്ഷേ എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഏത് ബസ്സിനാണ് എനിക്ക് പോകേണ്ടതെന്ന കാര്യം എങ്ങനെയും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ചേട്ടനോട് ഞാൻ ചോദിച്ചു, 70-ാം നമ്പർ ബസ്സിനാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ബസ്സിലേക്കൊക്കെ കയറി 13 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ആയത്. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലേക്കാണെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സോറി. പഴയൊരു പാട്ടുണ്ട്, മരുതമലേ മാമലയെ മുരുകയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു പാട്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്നറിയില്ല. ആ വരികളിൽ പറഞ്ഞിരിക്കുന്ന മരുതമലൈ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലേക്കാണ് രാവിലെ തന്നെ ഞാനിപ്പോൾ പോകുന്നത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു കുഞ്ഞ് അമ്പലങ്ങൾ കണ്ടു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു ക്യൂട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു ആ ഒരു അമ്പലത്തിനൊക്കെ. ഈ കാണുന്നതാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാനും അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന കുറേ പേര് അവിടെ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഒരു കിടിലൻ എൻട്രൻസ് ഗേറ്റ് ഒക്കെ വെച്ചിട്ട് പൊളി ലുക്കായിരുന്നു ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 14 കിലോമീറ്ററാണ് നമുക്ക് ഗാന്ധിപുരത്ത് നിന്നും ഈ ഒരു മരുതമലയിലേക്ക് പോകാനുള്ളത്. യാത്രയുടെ പകുതി ആയപ്പോൾ വലത് സൈഡിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന മലനിരകൾ കാണാൻ വേണ്ടി തുടങ്ങി. ഒരു മരങ്ങൾക്കിടയിലൂടെ ദൂരെയുള്ള ആ ഒരു മലനിരകൾ കാണാൻ അടിപൊളി ലുക്കാണല്ലേ? അങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് കുറച്ച് പോകാനുണ്ട് ഇനിയും. അമ്പലത്തിൻ്റെ അവിടം വരെ നമ്മൾ ഈ വന്ന ബസ്സുകൾ പോകില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് മുകളിലേക്ക് നടന്നു നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. പോകുന്ന വഴിയിൽ അതാ കിടക്കുന്ന ഉപ്പിലിട്ട പൈനാപ്പിള്, മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങ. അയ്യവ, കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം വന്നു. പിന്നെ റോഡിൽ മൊത്തമാണെങ്കിൽ ഈ അമ്പലത്തിലേക്ക് പോകുന്ന വണ്ടികളുടെ ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്കാണ്. കുറച്ചുകൂടെ മുന്നോട്ടെത്തിയപ്പോൾ കളിപ്പാട്ടങ്ങളും മറ്റും വിൽക്കുന്ന കുറേ ചന്തകളും കാണാം. അവിടെ നിന്നൊരു പോലീസുകാരനോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടുന്ന് അമ്പലം വരെ ബസ് സർവീസ് ഉണ്ടെന്ന്, അതായത് സ്പെഷ്യൽ ബസ് സർവീസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നടന്നു പോകാനാണെങ്കിൽ ഏകദേശം ഒരു 800 സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം നടന്നു പോകാൻ. പിന്നെ ഏതായാലും ബസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് പോകാൻ എന്ന് ഞാൻ വിചാരിച്ചു. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നേരെ മുന്നോട്ട് പോയാൽ ഈ നടന്നിട്ട് പോകാനുള്ള സ്റ്റെപ്പുകൾ കാണാൻ വേണ്ടി തുടങ്ങും. അതിലൂടെ നേരെ ഇങ്ങ് നടന്നു പോയാൽ മതി. പിന്നെ ഈ വലതുവശത്തോടെയാണ് വണ്ടികളൊക്കെ പോകുന്ന റോഡുള്ളത്. ഇവിടെ നിന്നാണ് സ്പെഷ്യൽ ബസ് സർവീസുകളും ഉള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ബസ് ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ കൗണ്ടറിലേക്ക് പോകുന്ന വഴിയാണത്. അങ്ങനെ കൗണ്ടറിലേക്ക് പോകുന്ന വഴിയുടെ ഉള്ളിലേക്ക് നടന്നിട്ട് ഞാൻ വന്നു. മെയിൻ എൻട്രൻസ് ഒക്കെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്.
പ്രൈവറ്റ് വണ്ടികൾക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഒരു ചെറിയ എൻട്രി ഫീ ഒക്കെ കൊടുക്കണം. അത് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. ഒരു 10, 20, 30 അങ്ങനെ എത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ബസ്സിന് പോയുള്ള ടിക്കറ്റ് എടുക്കേണ്ട അവിടെ കുറച്ച് ക്യൂ ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് 10 രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് അമ്പലം വരെ മാത്രമുള്ള സർവീസ് നടത്തുന്ന ബസ്സാണിത്. അങ്ങനെ ബസ്സിലേക്ക് കയറി ബാക്കിൽ ഒരു വിൻഡോ സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടിപ്പോയി ആ വിൻഡോ സീറ്റ് പിടിച്ചു. ബസ് അങ്ങനെ മല കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന 5-6 പേരെ ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആ കൗണ്ടറിൻ്റെ അവിടുന്ന് പരിചയപ്പെട്ടാണ്. എല്ലാവരും അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ്. പക്ഷേ നല്ല കമ്പനിയായിരുന്നു. കുറേ വർത്താനൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ പോകുന്ന അമ്പലത്തിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തതാണ്. പിന്നെ പോകുന്ന വഴിയാണെങ്കിലും ഒന്നും പറയാനില്ല. അടിപൊളി റോഡും ഹെയർ പിന്നുകളൊക്കെ ഇങ്ങനെ കയറി പോവുകയാണ് നമ്മുടെ ബസ്. മരങ്ങളും കുന്നുകളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് രാവിലെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. മുകളിലേക്ക് എത്തും തോറും ഈ കാഴ്ചകളുടെ സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു കിടിലൻ ബസ് യാത്രയ്ക്ക് ശേഷം അമ്പലത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 ഭാഗവും മലനിരകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു മരുതമലൈ സുബ്രഹ്മണ്യ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ആ ഒരു കുറച്ച് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത്. 3 ഭാഗവും പച്ചപ്പും അതിൻ്റെ നടുക്ക് ഈ ഒരു വൈറ്റ് പെയിന്റ് അടിച്ച് ഈ ഒരു അമ്പലവും ഒടുക്കത്തെ ലുക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു അമ്പലത്തിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലും അടിപൊളിയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ആണ് കാണാൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു 150 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ഈ ക്യാമറയിൽ കാണുന്നത് പോലെ അല്ല അവിടെ ഉള്ളത്. അതിനേക്കാളും ആംബിയൻസും ബ്യൂട്ടിയൊക്കെ അവിടെ ഉണ്ട്. അതെനിക്ക് പകർത്തി തരുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഒരു കാഴ്ചകളും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി തരാം, അവിടുത്തെ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ആംബിയൻസും ലുക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആ ഒരു ക്ഷേത്രത്തിന്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, ആ ഒരു ക്ഷേത്രം നൽകുന്ന പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് 101%. അങ്ങനെ കുറേ നേരം അവിടെ അന്തം വിട്ട കുന്തം പോലെ നിന്നിട്ട് അമ്പലത്തിന്റെ വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് താഴേക്കുള്ള ബസ് ടിക്കറ്റ് ഈ ഒരു ബാരിക്കേഡിന്റെ പുറകിലുള്ള കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് നേരെ ബസ് വന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ചാടിക്കേറി ഫ്രണ്ടിലെ പെട്ടി സീറ്റിൽ അങ്ങ് ഇരുന്നു. അങ്ങനെ മരുതമലൈ അമ്പലത്തിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് താഴേക്കുള്ള യാത്രയും തുടങ്ങി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ആ അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു റോഡും ആ ഒരു മലനിരകളും പച്ചപ്പൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പറ്റുവാണെങ്കിൽ എല്ലാവരും ആ ഒരു അമ്പലത്തിലേക്ക് നേരിട്ട് തന്നെ പോയി ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഒരു ലൈഫല്ലേ നമുക്കുള്ളൂ, സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് വാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഔട്ട് ബൈ വെറൈറ്റി വീൽസ്.